കുഞ്ഞെ, എന്താ എന്താ ഉണ്ടായത്? ചേച്ചി, എനിക്ക് അടി നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് മോളെ. അതാ ഈ പാട്. ദേഷ്യം വന്നപ്പോ പിടിച്ചു നിർത്താൻ പറ്റില്ല. അവൾ ആവശ്യപ്പെട്ടത് വേറെ ആരെയും അല്ല, അവളുടെ അച്ഛനെയാ. അത് ആവശ്യപ്പെടാനുള്ള അവകാശവും അവൾക്കുണ്ട്. പക്ഷെ അവളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ എനിക്കാവുന്നില്ലല്ലോ അമ്മ. ഇനി വിഡ്ഢിവേഷം കിട്ടി ഇവളെ ഇങ്ങനെ പറ്റിക്കാനും എനിക്ക് മനസ്സ് വരുന്നില്ല. എടി, ചോദ്യങ്ങൾ അവളിപ്പോ ചോദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് അവളെ വടിയെടുത്ത് തല്ലിയോ പേടിപ്പിച്ചോ നിർത്താം. അത് കഴിഞ്ഞാലോ? വടിയെടുത്ത് പേടിപ്പിച്ചാ പേടിക്കാത്തൊരു പ്രായമുണ്ട്. നമ്മുടെ എല്ലാം ഉത്തരം മുട്ടിപ്പോകുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രായം. അപ്പൊ നീ എന്തു ചെയ്യും? ഇങ്ങനൊക്കെ ചോദിച്ചാ എനിക്കൊന്നും അറിയില്ല അമ്മ. അങ്ങനെ പറഞ്ഞ് എന്റെ മുന്നിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. പക്ഷെ ചോദിക്കേണ്ടവർ ചോദിക്കുമ്പോ ഉത്തരം പറയാണ്ടിരിക്കാനാവില്ല. സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അറിയേണ്ടവരെല്ലാം അറിയണം. അറിഞ്ഞേ തീരൂ. ഇതിനി എത്ര കാലം ഇങ്ങനെ പോവും എന്റെ ഈശ്വര. ഇവള് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കുറെ നിർബന്ധിച്ചപ്പോ കുറച്ചെന്തോ കഴിച്ചു. മനസ്സുണ്ടായിട്ടല്ല, എന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ കഴിച്ചതാ. എന്റെ മോള് വളർന്നു അല്ലേ അമ്മ? മോള് പ്രതികരിച്ചു തുടങ്ങി. ഈ അമ്മയോട് ക്ഷമിക്കും മോളെ. അറിയാതെ തല്ലിപ്പോയതിന് ഇനി അമ്മ ഇത് ആവർത്തിക്കില്ല. ഇവിടെയൊന്നും ഇല്ലല്ലോ. ഇനി ആരുടെയെങ്കിലും കൈ കിട്ടിക്കാണോ?
എന്താ ശ്യാമേ? എന്താ നീ തെരയുന്നേ? ഒന്നുമില്ല. രോഹിത് ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഓ അച്ഛാ, അച്ഛാ പോവാം. എവിടെ? സ്കൂളിലേക്ക് പോണ്ടേ? ആ, എനിക്ക് നല്ല സുഖമില്ല. മോള് മറ്റാരെങ്കിലും കൂട്ടി പോയിക്കോ. അച്ഛനല്ലേ എന്നെ എപ്പോഴും സ്കൂളിൽ കൊണ്ടാക്കുന്നേ? മറ്റാരെങ്കിലും കൂട്ടി പോകാൻ നിന്നോട് പറഞ്ഞില്ലേ? ഡേയ് എന്തുവാടാ? എടാ അവള് കുട്ടിയല്ലേ, നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവള് സ്കൂളിൽ കൊണ്ടാക്കുമെന്നല്ലേ ചോദിച്ചുള്ളൂ. വിഷ്ണുവിന് അത്ര സങ്കടമാണെങ്കിൽ കൊണ്ടുപോയി ആക്കിക്കോ. രോഹിത്, എടാ നിനക്കിതെന്താടാ പറ്റിയേ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? പപ്പിക്കുട്ടി പിണങ്ങി നിൽക്കുക. എന്റെ പപ്പിക്കുട്ടിയെ സ്കൂളിൽ നിന്ന് ഈ വിഷ്ണു വെച്ചും കൊണ്ടാക്കും. പോരാ എന്റെ പപ്പിക്കുട്ടി? വേണ്ട, എന്നെ ആരും കൊണ്ടാക്കണ്ട. എല്ലാവർക്കും എന്നോട് ദേഷ്യമല്ലേ? അതല്ലേ എല്ലാരും എന്നോട് ഇങ്ങനെ. ഇങ്ങ് വന്നേ. അങ്ങനൊന്നും പറയല്ലേ. വിഷ്ണു അച്ഛൻ എപ്പോഴും എന്റെ പൊന്നോട് ദേഷ്യപ്പെട്ടെ? പറ പറ. നീ വിഷ്ണു അച്ഛന്റെ മുത്തല്ലേ? വേണ്ട, എന്നെ ആരും സ്നേഹിക്കണ്ട, കൊഞ്ചിക്കാനും വരണ്ട. നിക്ക്, പിണങ്ങി പോവല്ലേ. പിന്നെ വിഷ്ണു അച്ഛൻ ആരെ ഈ സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യാ? വിഷ്ണുച്ചൻ എന്നെ ഇഷ്ടമല്ലല്ലോ. ഇഷ്ടം ഉണ്ടായിരുന്നേ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തിട്ടും വിഷ്ണുച്ചൻ വീണ്ടും കുടിച്ചില്ലേ? സത്യം ചെയ്യ ഇല്ല മോളെ, വിഷ്ണു അച്ഛൻ ഇനി കുടിക്കില്ല, ജീവിതത്തിൽ ഒരിക്കലും. അന്ന് എന്നോട് വാക്ക് പറഞ്ഞല്ലേ കുടിക്കില്ലെന്ന്? അത് മോളെ, പിന്നെ മോളെ ഇനിതേ വാക്ക് പറഞ്ഞ വാക്ക് എന്റെ സത്യം. വേണ്ട, ഒരു വാക്കും വേണ്ട. ഇനി ഞാൻ വിഷ്ണുച്ചനായിട്ട് ഒരു കൂട്ടുമില്ല. അല്ലെങ്കിലും വിഷ്ണുച്ചൻ ഒരാളുടെ അടുത്ത് സ്നേഹമില്ല. എന്റെ അടുത്തും ഇല്ല, ചേച്ചിയമ്മ അടുത്തും ഇല്ല, ആരടുത്തും ഇല്ല. മോളെ അങ്ങനെ പറയല്ലേ. ഞാൻ പറഞ്ഞത് സത്യോ. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ തലത്തോട്ട് സത്യം ചെയ്തിട്ട് കുടിക്കാതിരുന്നേനെ. ചെയ്തില്ലല്ലോ, അപ്പൊ എന്റെ തല പൊട്ടിത്തെറിച്ച് പോട്ടെ അല്ലേ? മോളെ ആഹാ, ഇതാര്? ഇളമുറ തമ്പുരാനോ? എന്താണാവോ ഈ അടിയങ്ങളുടെ കുടിലേക്ക്? സുസ്മിതേ, എനിക്ക് ചില സത്യങ്ങൾ അറിയണം, അതിനാ ഞാൻ വന്നേ. എനിക്ക് അറിയാമായിരുന്നു നീ ഒരിക്കൽ ഇതും ചോദിച്ചു വരുമെന്ന്. കാരണം ഒരാളെ ഒരുപാട് കാലമൊന്നും ചതിച്ചും വഞ്ചിച്ചും ആർക്കും മുന്നോട്ട് പോകാനാവില്ലല്ലോ. ആ ചതിയുടെ സത്യാവസ്ഥ അറിയാനാ ഞാനിപ്പോ വന്നേ. പപ്പിയെ കുറിച്ചുള്ള രഹസ്യം എന്താ? ഇപ്പോഴെങ്കിലും നിനക്കത് ചോദിക്കാൻ തോന്നിയല്ലോ. ദൈവത്തിന് സ്തുതി. രോഹിത്തെ, നിന്നെ എല്ലാവരും കൂടി നിന്റെ ഭാര്യ അടക്കം ചതിക്കായിരുന്നു. അവളുണ്ടല്ലോ നിന്റെ ഭാര്യ ശ്യാമ, പിന്നെ അവളുടെ ചേച്ചി ശാലിനി, പിന്നെ ഇവരുടെയൊക്കെ തലതൊട്ടമ്മച്ചി ശാരദാമ്മ, ഒക്കെ കള്ളികളാ.
ഇല്ലെങ്കിൽ ഇത്രയും നാള് ഈ രഹസ്യം മനസ്സിൽ വെച്ചോണ്ട് നടക്കോ? പെണ്ണല്ലേ, രഹസ്യങ്ങൾ പരസ്യമാക്കാൻ ഇവരിൽ ഒരാള് മതി എന്ന് പറയുന്നവർക്ക് അപമാന ഈ 3 പെണ്ണുങ്ങൾ. തല പോവെന്ന് പറഞ്ഞാലും ഇവരുടെ ഉള്ളറിയാൻ സാക്ഷാൽ ബ്രഹ്മദേവന് പോലും പറ്റില്ല. എനിക്കറിയേണ്ട ഇതാ, പപ്പി എന്റെ മോളാണോ? അവളെ പ്രസവിച്ചത് ശ്യാമയല്ലേ? പറയേ സുസ്മിതേ, നിനക്കറിയാ സത്യങ്ങളെല്ലാം. പറയേ, ശ്യാമയല്ലേ പപ്പിയുടെ അമ്മ? അല്ല, പപ്പിയെ പ്രസവിച്ചത് ശാലിനി. നിന്റെ ഭാര്യ ശ്യാമയ്ക്ക് കുട്ടികളുണ്ടാവില്ല. പിന്നെ എങ്ങനെയാ അവള് പപ്പിയെ പ്രസവിക്കുന്നത്? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. സംശയം ഉണ്ടെങ്കിൽ നീ ആ ഡോക്ടറിന്റെ അടുത്ത് പോയി ചോദിക്ക്. അവര് പറയും സത്യങ്ങളല്ല. ശാലിനി, ശ്യാമ, ശാരദ, പിന്നെ ഡോക്ടർ, ഇവരിൽ ഇതുവരെ ഒതുങ്ങി ആ രഹസ്യം. ഇനിയുണ്ട് ചതിയുടെ വേറൊരു കഥ. ചോദിട്ടെ, നിന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ച് സത്യഭാമ കൂടെ നിർത്തിയിരിക്കുന്നു. ആ വീട്ടിൽ വിഷ്ണു കഴിഞ്ഞാൽ നിനക്കും ഒരു സ്ഥാനമുണ്ട്. ഒരു പക്ഷെ വിഷ്ണുവിനേക്കാൾ. എന്തിന്? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലുണ്ട് നിന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ അറിയാത്ത കഥ. അതെന്റെ പൊന്നുമോൻ അറിയണ്ടേ? അമ്മയും തീർത്തതായിരിക്കും സത്യഭാമ. അമ്മേ, എല്ലാം സത്യഭാമയുടെ അറിവോടുകൂടി തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിന് പ്രായശ്ചിത്തെന്ന പേരിലാ നിന്നെ ഏറ്റെടുത്തത്. രോഹിത്തെ, കൊന്നാ പാപം തിന്നാ തീരുമെന്ന് പറയുന്നത് പോലെ നിന്നെ അവരിപ്പോ ശരിക്കും തിന്നോണ്ടിരിക്കുക. എല്ലാത്തിനും ഞാൻ തീർക്കും. എന്നോട് കാണിച്ച നെറികേടിന് എണ്ണി എണ്ണി പ്രതികാരം ചെയ്യണം. ഞങ്ങള് സാധാരണ കൂട്ടത്തിൽ കൂട്ടുന്നത് നല്ല ചൊണയുള്ള ആമ്പിളേരെ. അടിക്കാൻ പറഞ്ഞാ അടിക്കണം. പിന്നെ കൊല്ലാൻ പറഞ്ഞാ കൊല്ലണം. എന്താ, പറ്റോ നിനക്ക്? പറ്റും. എങ്കിൽ ആദ്യം വേണ്ടത് സത്യഭാമ എന്ന വൻമരത്തിന്റെ ചില്ലകൾ അറുക്കുക എന്നുള്ളതാ. ഓരോ ശാഖകളും അറുത്തറുത്ത് അവരെ ഒറ്റാന്തടിയാക്കണം. അതിന് സമൂഹത്തിന് മുന്നിൽ അവരെ ഒറ്റപ്പെടുത്തണം. അവരുടെ മാന്യത ഇല്ലാതാക്കണം. എന്താ, പറ്റോ നിനക്ക്? പറ്റുമെങ്കിൽ നമുക്കൊന്നിച്ച് നിൽക്കാം. നീ നിന്ന് തന്നാ മാത്രം മതി. സമ്മതം. എന്നെ മണ്ടനാക്കിയവർക്ക് മുന്നില് എനിക്കെന്റെ കഴിവ് തെളിയിക്കണം. അതിനെന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഉള്ളട പോലെ ശൗര്യം കുറച്ച് കൂടിയിട്ടുണ്ട് നിനക്ക്. ഇനി ഞങ്ങൾ കുറച്ച് ട്രെയിനിങ് കൂടെ കിട്ടി കഴിയുമ്പോൾ നീ തന്നെ പറയും ഈ കൈകളിൽ കുറച്ച് രക്തക്കറ കൂടി പതിയണം.
അതോടെ തകർന്നടിയണം സത്യഭാമയും കുടുംബവും. ആ എന്താ ചിറ്റപ്പ ഇത്? രോഹിത്തിന് വിവരം വെച്ച് വരുന്നല്ലേ ഉള്ളൂ. വല്ലവന്റെയും കൊച്ചിനെ ചക്കരയെ പൊന്നേന്നൊക്കെ പറഞ്ഞു നടന്ന് കാലിന്റെ ഉപ്പൂറ്റി തേഞ്ഞു. വിശ്വസിച്ച് കൂടെ കൂട്ടിയ ഭാര്യയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തേക്കുകയും ചെയ്തു. ഇനിയിപ്പൊ രക്ഷയ്ക്കായി വന്ന് വീണതോ തല തെറിച്ചവൾന്ന് മുദ്ര കുത്തി പടിക്ക് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെച്ചവൾ സുസ്മിതയുടെ അടുത്തു. കുറച്ച് വൈകാൻ എന്താ മോളെ? രോഹിതിനിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനിയും വിഡ്ഢിയായി നിന്ന് കൊടുക്കാൻ ഇവരത്ര മരമണ്ടനൊന്നുമല്ല, അല്ലടാ? ആ പിന്നെ ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞ ചില റിപ്പോർട്ടുകളുണ്ട്. അത് ഡെമോക്രസിന്റെ വാർഡ് പോലെ നിന്റെ സത്യഭാമയുടെ തലയ്ക്ക് മുകളിൽ വന്ന് നിൽപ്പുണ്ട്. അത് സത്യഭാമയുടെ ഉച്ചനിറകയിലായിരിക്കും വന്ന് വീഴുക. അതോടെ എല്ലാം അങ്ങ് തീരും. രോഹിത്തെ, സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ ഞങ്ങളുടെ ഒപ്പം നിന്നാ നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ കൂടെ നിൽക്കണം. ആ മറ്റൊരു ഓഫർ കൂടി ഞങ്ങൾ നിനക്ക് തരിക. നിന്റെ അമ്മയ്ക്കും നിനക്കും ഉണ്ടായ ചതിക്ക് പിന്നിലെ രഹസ്യം ഞങ്ങൾ പുറത്തുകൊണ്ടുവരും. പക്ഷേ ആത്മാർത്ഥതയോടെ ചതിക്കാത്ത മനസ്സുമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. നീ ഉണ്ടാകും. എനിക്കിനിയെങ്കിലും തൻ്റെയുള്ള ഒരാണായിട്ട് ജീവിക്കണം. എന്നോട് ചെയ്ത ചതിക്കെല്ലാം എണ്ണി എണ്ണി കണക്ക് തീർക്കണം. എങ്കിലേ എന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. എനിക്കത് ചെയ്തേ പറ്റൂ. ഞാൻ നിൽക്കാം നിങ്ങളുടെ കൂടെ. അതെ, അങ്ങനെ തന്നെ വേണ്ടത്. അപ്പോ ഇന്ന് മുതൽ നീ മാറുകയാണ് രോഗത്തെ. അടപടല മാറും. നിന്നെ മാറ്റും ഞാൻ. പിന്നെ എല്ലാം നേടി കഴിയുമ്പോൾ, ഈ പ്രതികാരത്തിന്റെ ആഗ്രഹം തീർന്നു കഴിയുമ്പോൾ, ദൈവത്തിനുള്ള ദൈവത്തിനും സീസണിനുള്ള സീസണിനും തന്നേക്കണം. എന്താടാ, ഓക്കെ അല്ലേ? ഓക്കെ. പറ ശ്യാമേ, ഇന്നലെ രാത്രി നീ കാണിച്ച ബുദ്ധിമോശത്തിന് എന്ത് ന്യായീകരണം നിനക്ക് പറയാനുള്ളത്? എടി, നിനക്കറിയൂ, ഇന്നലെ എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. നിന്നെ കുറിച്ചുള്ള ആദ്യമായിരുന്നു മനസ്സ് നിറയെ. എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയേ? കുഞ്ഞേച്ചി, അത് പിന്നെ വിഷ്ണുവേട്ടൻ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്റെ പിടി വിട്ടുപോയി. ഞാൻ കാരണമാണല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്തപ്പോ ഈ നശിച്ച ജന്മം ഒന്ന് അവസാനിച്ച് കാണാൻ ഞാനും ഒന്ന് ആഗ്രഹിച്ചു പോയി. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിച്ച് ഒടുങ്ങാൻ വേണ്ടിയാണോ നമ്മുടെ അമ്മ നമ്മളെ കഷ്ടപ്പെട്ട് ഇത്രയും വരെ ആക്കിയത്? പറയടി, ഒരു ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി മാത്രമാ നമ്മുടെ അമ്മ കഷ്ടപ്പെട്ടത്. അത് നമ്മള് സന്തോഷത്തോടെ ജീവിച്ച് കാണാൻ വേണ്ടിട്ടാ. എന്ത് സന്തോഷമാ കുഞ്ഞേച്ചി നമുക്കുള്ള. നിങ്ങളെല്ലാരും എന്റെ സന്തോഷം മാത്രമല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്റെ ജീവിതം, എന്റെ സന്തോഷം. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും ഇതൊന്നും വേണ്ടേ? ചെറുപ്പം മുതലേ കുഞ്ഞേച്ചി ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്റെ നിർബന്ധം, എന്റെ വാശി, ഇതെല്ലാം പരിഹരിച്ചു തരാൻ കുഞ്ഞേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ കരച്ചിൽ മാറ്റാൻ
അന്നും കുഞ്ഞേച്ചിയുടെ നഷ്ടങ്ങൾക്ക് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. ഇന്നും അത് നോക്കുന്നില്ല. അത് തന്നെ എന്നെ ഇപ്പൊ സങ്കടപ്പെടുത്തുന്നത്. വിഷ്ണുവേട്ടൻ മദ്യപിച്ച് വന്ന് നമ്മുടെ അമ്മയടക്കം ചീത്ത പറഞ്ഞു കുഞ്ഞേച്ചി.